ഫൗണ്ടേഷനും ചേർന്ന് ഉദയകിരൺ 2 എന്നൊരു പ്രോജക്റ്റിൻ്റെ വിവരങ്ങൾ അറിയിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് 3211-ൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ സുധീർ ജബാർ, അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജനറൽ റൊണാൾഡ് ഗോമസ്, ഈ പ്രോജക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് ചെയർമാൻ വിജയകുമാർ ബി, ചെയർമാൻ കേണൽ KG പിള്ളെ, ഡിസ്ട്രിക്ട് പ്രോജക്റ്റിൻ്റെ റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ അജയ് കുമാർ, ബാക്കിലിരിക്കുന്നത് അസിസ്റ്റന്റ് ഗവർണേഴ്സ് ഓഫ് ട്രിവാൻഡ്രം ജില്ല. ട്രിവാൻഡ്രം ജില്ലയിൽ 9 അസിസ്റ്റന്റ് ഗവർണേഴ്സാണ്. അവരുടെ കീഴിൽ 41 ക്ലബ്ബുകളുണ്ട്. ആകെ ഞങ്ങൾക്ക് 162 ക്ലബ്ബാണ് ഈ ഡിസ്ട്രിക്റ്റിലുള്ളത്. പ്രോജക്റ്റിനെ പറ്റി വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ സുധീർ ജബാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. നമ്മൾ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 കൊച്ചോസേഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് സംയുക്തമായിട്ട് ഒരു 250 വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ള പദ്ധതിയാണ്. അതിൻ്റെ പേര് ഉദയകിരൺ 2 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ഈ 5 ജില്ലകളിൽ നിന്നും ഏകദേശം 161 ക്ലബ്ബുകളുണ്ട്. അത് ഏകദേശം 5000-ഓളം അംഗങ്ങളുണ്ട്. ഇതിൽ നമ്മൾ 7 സെന്റിൽ താഴെ 3 മുതൽ 7 സെന്റിൽ താഴെ 5 സെന്റിൽ താഴെ ഉള്ളവർക്ക് നമ്മൾ 450 സ്ക്വയർ ഫീറ്റിൽ ആണ് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്ന് 3 ലക്ഷം രൂപയും ബാക്കി റോട്ടറി ക്ലബ്ബുകളിൽ നിന്നും സമാഹരിച്ച് ബാക്കി 4 ലക്ഷം രൂപ, അങ്ങനെ 7 ലക്ഷത്തിൽ താഴെ ആണ് നമ്മൾ വീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ വീടുകൾ നിർമ്മിക്കുന്നത്. നമ്മൾ ഈ ഓഗസ്റ്റ് നമ്മൾ 15 അല്ലെങ്കിൽ 25 വരെ നമ്മൾ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കും. അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഒരു 6 മാസം കാലയളവിൽ നിന്നും നമ്മൾ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വൈസ് ചെയർമാൻ വിജയകുമാർ 2 വർഷം. കഴിഞ്ഞ വർഷം ഞങ്ങൾ റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം സൗത്തിൻ്റെ നേതൃത്വത്തിലൊരു ഞങ്ങളുടെ 50th ആനിവേഴ്സറി ആയിരുന്നു. ആ വർഷവും ഞങ്ങൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് 50 വീടുകൾ BPL ഫാമിലീസിന് വെച്ച് കൊടുക്കാനായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഉദയകിരൺ 1 എന്ന് പറയും. ഇപ്പോൾ ഈ ഉദയകിരൺ 2 അത് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്തപ്പോൾ അത് ഡിസ്ട്രിക്ട് 2 ആയിട്ട് 250 വീടുകളും കൂടെ വെച്ചു കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഉദയകിരൺ 1-ൽ ഞങ്ങൾ 50 വീടുകളാണ് തുടങ്ങിയതെങ്കിലും എല്ലാ ക്ലബ്ബുകളുടെ സപ്പോർട്ടും ഞങ്ങളുടെ റോട്ടറിയിലെ തന്നെ മെമ്പേഴ്സിന്റെ സപ്പോർട്ടും കാരണം ഇപ്പോൾ ഞങ്ങൾ 60 വീടുകൾ എല്ലാ ഇതിലുമായിട്ട് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 20ഓളം വീടുകൾ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 40 വീടുകളുടെ വർക്ക് വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് പല സ്ഥലത്തും. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ വർഷവും ഈ ചിറ്റിലപ്പള്ളിയുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു ലോഞ്ചാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് ഇതിലും സക്സസ്ഫുൾ ആയിട്ട് ഈ 250 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇതിലും കൂടുതൽ വീടുകൾ നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡൻ ജൂബിലിക്ക് 50 വീടുകൾ വെച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 60 വീടുകളിൽ വന്ന് നിൽക്കുന്നത്. അത് ഈ ഉദയകിരൺ 2 തുടങ്ങിയത് കാരണം ഞങ്ങൾ നിർത്തുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ വീടുകൾ വെച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇതൊരു സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. താങ്ക് യു. അതെ മാഡം, നമുക്ക് അവിടെയും നമ്മുടെ റോട്ടറി ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നമുക്ക് വീടുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവരുമായി ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജില്ലയും അതുപോലെ തന്നെ നമ്മുടെ ഈ ജില്ല എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, അരൂർ വരെയാണ്. അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ എറണാകുളം, പാലക്കാട്, കോയമ്പത്തൂരോട് ചേർന്നാണ് 3201. അങ്ങോട്ട് മലപ്പുറം ആ ഭാഗത്തേക്ക് വരുന്ന 3204 കോഴിക്കോടുള്ള. വയനാട് ക്ലബ്ബുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് ആ വീട് വെച്ച് കൊടുക്കാനുള്ള റീഹാബിലിറ്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ 3 ഡിസ്ട്രിക്റ്റും കൂടെ ചേർന്നാണ് അത് പ്ലാൻ ചെയ്യുന്നത്. വരുന്ന മാസങ്ങളിലാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്
റോട്ടറി ക്ലബ്ബ് കെട്ടിടം പണിഞ്ഞു കൊടുക്കുമ്പോൾ ഡിസ്ട്രിക്റ്റിന്റെ ഒരു അപ്രൂവ്ഡ് പ്ലാൻ ഉണ്ട്, മെഷർമെന്റ്സ് ഉണ്ട്. ഇതിൽ നിന്നും യാതൊരു കാരണവശാലും ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഫണ്ട് റിലീസ് ചെയ്യില്ല. അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. രണ്ടാമത് BPL ആയിരിക്കണം. സ്വന്തമായിട്ട് സാർ പറഞ്ഞതുപോലെ മിനിമം 3 സെൻസ്, മാക്സിമം 5 സെൻസ്, അതിൽ കൂടുതലുള്ളവരെ കണക്കാക്കില്ല. ആ സ്ഥലത്ത് വീടുകൾ ഉണ്ടെങ്കിൽ അവർ ചിലർ പറയും പുതുക്കിയൊന്നും ഞങ്ങൾക്ക് തേക്കണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ല, അങ്ങനെയുള്ള യാതൊരു സാമ്പത്തിക സഹായവും ഈ പ്രോജക്റ്റിലില്ല. പുതുതായിട്ട് 5 സെന്റിൽ വീടില്ലെങ്കിൽ 450 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിക്കുന്നതാണ് ഈ പദ്ധതി. ജൂൺ 2025 കൂടി ഈ പ്രോജക്റ്റ് തീർക്കുന്നതാണ്. ജൂലൈ 1 തുടങ്ങിയാണ്. 1 വർഷമാണ് ഇതിന്റെ കാലാവധി. 250 ആപ്ലിക്കേഷൻ എപ്പോൾ കിട്ടുന്നോ, ലെജിബിൾ, അക്സെപ്റ്റഡ് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കുന്നതല്ല. ജൂൺ 30, 2025 ജൂൺ 30 ശേഷം ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല. 3 ലക്ഷം രൂപ 4 ഗഡുക്കളായിട്ടായിരിക്കും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അതുവരെ റോട്ടറി ക്ലബും ഗുണഭോക്താക്കളും ചേർന്ന് നിർമ്മാണം തുടങ്ങേണ്ടതാണ്. റോട്ടറി ക്ലബ്ബ്, അതാണ് റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റും ബാക്കിയുള്ള കമ്മിറ്റിയും കൂടെ ചേർന്നാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഓരോരുത്തർക്കും അവരോട് ഇഷ്ടമുള്ള കോൺട്രാക്ടേഴ്സിന്. അത് ഈ പറയുന്ന വീടില്ലാത്തവർക്ക് വീട് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഒരു നിലയിൽ മാത്രമേ ഉള്ളൂ. അതിന് മുകളിലേക്ക് മിനിക്കം പണി ചെയ്ത് അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല ഉദ്ദേശിക്കുന്നത്. വീടില്ലാത്തവർക്ക് വീട് കിട്ടുക എന്നുള്ളതുകൊണ്ടാണ് ഒരു മിനിമമായ രീതി ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം ആപ്ലിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അതുകൂടെ ഒന്ന് നിങ്ങളൊന്ന് പറയുന്നു. വേറെ ഏതെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ലൈഫ് PMAY ഇതുപോലുള്ളതിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഒരു ഏജൻസി കൂടെ സഹായിക്കും. ഇത് നമുക്ക് നടന്ന ഓർമ്മയുണ്ടാവുന്നുണ്ട്. കൂട്ടിക്കലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു അവിടെ വീട് വയ്ക്കാനും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും. പക്ഷെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രോജക്റ്റുകൾ പലതും നിന്നു. ആ സമയത്ത് ഞങ്ങൾ റോട്ടറി ക്ലബിന്റെ ഈ ഉദയഗിരൻ 1 ഞങ്ങൾ അവിടെ ഒരു 2 റോട്ടേറിയൻസ് അവർക്ക് വേണ്ടി കുറച്ച് ആൾക്കാർക്ക് വേണ്ടി കുറേ അധികം സംഘടനകൾ വീട് വെച്ചു കൊടുത്തു. പക്ഷെ പിന്നെയും വീട് കിട്ടാത്ത ആൾക്കാർ വന്നപ്പോൾ ഈ ഉദയഗിരൻ 1 ഞങ്ങളവിടെ ഒരു 10 വീട്, അതൊരു റോട്ടേറിയനാണ്, 1 ഏക്കർ സ്ഥലം അതിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തു. അവിടെ ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇവിടെയുള്ളത് ഇപ്പോ നമ്മുടെ വയനാട്ടിലുള്ള കേസിൽ വീടുകളുടെ ഇപ്പോൾ ഒരുപാട് ഓഫർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു ടൗൺഷിപ്പാണ്. അപ്പൊ അതില് ഇപ്പൊ നമുക്കിപ്പോ ഒരു വീടിന്റെ കാര്യത്തിലും കൂടുതൽ ഞങ്ങളുടെ ഒരു പൊതുവെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത് അവരെ എങ്ങനെയെങ്കിലും റീഹാബിലിറ്റേറ്റ് ചെയ്യുക. കാരണം ഇപ്പൊ പല സംഘടനകളും അവർക്ക് എവിടെയെങ്കിലും വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും വീട് സംഘടിപ്പിച്ചു കൊടുക്കുകയോ അവർക്ക് എന്തെങ്കിലും ഒരു ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു മാർഗം സംഘടിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അതിന് ഞങ്ങൾ എങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ വയനാട് ക്ലബ്ബുകാരുമായിട്ട്, റോട്ടറി ക്ലബ്ബുകാരുമായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് PG പറഞ്ഞ പോലെ അത് ക്രമേണ ഒരു 1-2 മാസം കഴിയുമ്പോഴേ ശരിക്കും അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അപ്പോഴത്തേക്ക് ആലോചിച്ച് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ഒരു പൊതുവെ ഉള്ള ഒരു വയനാടിന്റെ